ഹലോ, എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി 30 ദിവസമാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കാനായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. വെറുതെ ലിസ്റ്റിൽ കയറിയാൽ മതി എന്ന് കരുതി പഠിച്ചിട്ട് കാര്യമില്ല. ഇനി നല്ല റാങ്ക് തന്നെ നേടണമെന്ന വാശിയോടെ ഇനി പഠിച്ചാലും മതി. ഇനി നമ്മുടെ മുന്നിലുള്ള 30 ദിവസങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കിട്ടുന്ന ടൈം കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാനായിട്ട് വിനിയോഗിക്കുക. ഇനി പുതിയതായിട്ട് പഠിക്കാനൊന്നും നിൽക്കരുത്. പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് റിവിഷൻ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇനി മാക്സിമം നമ്മൾ SCERT വായിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇനിയുള്ള എക്സാമുകളിലെല്ലാം SCERT ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാവർക്കും അറിയാം. അതിന് ഇനി വായിച്ച് തീരില്ല എന്നുള്ളവരാണെങ്കിൽ മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് അതിപ്പോഴുള്ള യൂട്യൂബുകളിലെല്ലാം തന്നെ അവൈലബിൾ ആണ് നമുക്ക്. അടുത്തതായി നിങ്ങളൊരു 30 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. 30 ഡേയ്സ് നിങ്ങൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഫസ്റ്റത്തെ ഒരു 7 ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുക. കാരണം നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 7 ഡേയ്സ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക. ഈ 7 ഡേയ്സ് ടൈം ടേബിളിലാണെങ്കിൽ കൂടി നിങ്ങളൊരു റിവിഷന് മുൻതൂക്കം കൊടുത്തിട്ട് വേണം ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. മാക്സിമം ടൈം യൂസ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു 7 ഡേയ്സ് ടൈം ടേബിൾ തയ്യാറാക്കാൻ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരു 30 ദിവസം തന്നെ മതിയാകും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട്. എത്ര സമയമില്ലെന്ന് പറയുന്നവരാണെങ്കിൽ കൂടിയും 24 മണിക്കൂർ നമുക്കുള്ളതിൽ നിന്നൊരു 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ കിട്ടാത്തവരായിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു സമയം കണ്ടെത്തി പഠിക്കുന്നതിലാണ് നമ്മുടെ വിജയം. സ്മാർട്ട് സ്റ്റഡി ചെയ്യുന്നവർക്ക് ഈ ഒരു 4 മണിക്കൂർ തന്നെ ധാരാളമാണ്. ഡെയിലി നമുക്കൊരു 4 മണിക്കൂർ തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് റാങ്കിൽ വരാനായിട്ട് സാധിക്കും. മാക്സിമം നമ്മൾ റിവിഷനും കൂടി പ്രാധാന്യം കൊടുക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചതിനൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ മാക്സിമം PYQ ഇനി അങ്ങോട്ട് PYQ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. PYQ പഠിച്ച് പോകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സും കൂടി ഒന്ന് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എക്സാമുകളിലെല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിട്ട് മാറും. നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു സബ്ജക്ട്സിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറേ ടൈം എടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഒട്ടും പഠിച്ചാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ PSCയിൽ നമ്മൾ ചില ടോപ്പിക്സുകളാണ്, ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഒന്നും തന്നെ നമുക്ക് ഒഴിവാക്കാനുള്ളതല്ല, അതെല്ലാം തന്നെ കവർ ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ PYQ നമ്മൾ മാക്സിമം എത്രത്തോളം PYQs നമുക്ക് നോക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നോക്കിയിട്ട് തന്നെ പോവുക. ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ യൂട്യൂബുകളിൽ തന്നെ അവർ SCERT ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഓണാക്കിയിട്ടിട്ട് നമ്മളിപ്പോൾ വീട്ടമ്മയാണെങ്കിലും ശരി, എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മൊബൈലിൽ കേട്ടുകൊണ്ട് നമുക്ക് ഒരു തവണ ഒന്ന് വായിച്ചാൽ മാത്രം മതിയാകും. കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിലുണ്ടാകും. നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോഴുള്ള PSCകളിലെല്ലാം ചോദിച്ച് കാണുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് SCERT വായിച്ചെങ്കിലേ മതിയാവുള്ളൂ. നമ്മൾ പഠിക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പഠിച്ചാൽ മനസ്സിലാകുന്ന ടൈം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരാൾക്ക് രാവിലെ പഠിക്കുന്നതാണ് സൗകര്യം, അല്ലെങ്കിൽ രാവിലെ പഠിക്കുന്നതാണ് മനസ്സിലാകുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അതുപോലെ മാക്സിമം പറ്റുന്നവർക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്ത് പഠിക്കാവുന്നതാണ്. കാരണം കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പോയിൻറ്റ്സ് നമ്മുടെ കൂടെയുള്ള ആൾ പറയും. അപ്പോൾ അത് തന്നെ നമുക്ക് ആ സമയത്ത് ഓർമ്മയില്ലെങ്കിൽ പോലും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇന്ന ആൾ നമ്മൾ ഒരു പോയിൻ്റ് പറഞ്ഞിരുന്നു എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകും. അതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെ മിക്ക ക്വസ്റ്റ്യൻസിലും നമുക്കങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി ചെയ്യാനായിട്ട് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ തനിയെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വായിക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കണ്ണാടി നോക്കി നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഒരാൾക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞ് കേൾപ്പിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ നമ്മൾ കരുതും നമുക്ക് ഓർമ്മയുണ്ട്, നമുക്കത് പഠിച്ചതാണ് എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. കാരണം റിവിഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം കാണാതെ അത് പറഞ്ഞു നോക്കണം. കാരണം നമുക്ക് എത്രമാത്രം ഓർമ്മശക്തി ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം കാണാതെ പറയുമ്പോൾ മാത്രമേ നമ്മൾ ഏതൊക്കെ പോയിൻറ്റ്സ് വിട്ടിട്ടുണ്ട് ആ പോയിൻറ്റ്സ് എല്ലാം റിക്കളക്ട് ചെയ്ത് നമുക്ക് വീണ്ടും വായിച്ചത് പഠിച്ച് നമ്മളത് സ്ഥിരമാക്കിയിട്ട് നമ്മൾ എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കണം. സമയം ഒട്ടും തന്നെ കളയാതെ ഇനി അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 30 ദിവസം കൊണ്ട് PSC റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ നമുക്കൊരു ഗവൺമെൻറ് ജോലി നേടാനും സാധിക്കും. അത് ഉറപ്പിച്ച് നമ്മൾ നമ്മുടേതായ എല്ലാ എഫേർട്ടും എടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി റിവിഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. കാരണം നമ്മൾ റിവിഷനാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.
റിവിഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ആയിപ്പോൾ നമ്മൾ പഠിക്കുന്നതൊക്കെ. ഇപ്പോൾ PYQ ആണെങ്കിൽ കൂടി നമ്മൾ പഠിച്ചിട്ടില്ലാത്ത പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ പോയിൻറ്റ്സൊക്കെ കിട്ടുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഡെയിലി ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് നമുക്ക് എത്രത്തോളം ഓർമ്മയിൽ നിൽക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ഡെയിലി നമ്മൾ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് അഫെയർസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോഴുള്ള PSCകളിൽ ചോദിക്കുന്നത് 2020 മുതൽ 24 വരെയുള്ളതിനകത്ത് നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻസ് 22, 23ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിൽ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ എക്കണോമിക്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, കാരണം കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മാർക്ക് നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും എങ്ങനെ പോയാലും ഒരു 20 മാർക്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള GK നമുക്ക് എത്രത്തോളം നമുക്ക് PYQs നോക്കിയാണെങ്കിലും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കിട്ടും. അതിൽ നിന്നൊരു 20, 25 അല്ലെങ്കിൽ 30 എബോവ് നമുക്ക് ആ GK പോർഷനിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ PYQവും നമ്മൾ അതുപോലെ തന്നെ ഈ റിവിഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. PSC വിട്ടുകളയാത്ത കുറച്ച് ടോപ്പിക്സും ഉണ്ട്. അതായത് ഇപ്പോൾ കേരള നവോത്ഥാനം, തിരുവിതാംകൂർ ഭരണവും, പിന്നെ GST, ബാങ്ക്, പഞ്ചവത്സര പദ്ധതികൾ, പിന്നെ ലോക്പാലും കമ്മീഷൻസും, പിന്നെ ദേശീയ പുരസ്കാരങ്ങൾ അതായത് അവാർഡ്സുകൾ, പിന്നെ ISROയും റിട്ടൺ, അതെല്ലാം ചുരങ്ങൾ, അതായത് ജോഗ്രഫിക്കകത്ത് ചുരങ്ങൾ, ഹിമാലയൻ വെള്ളച്ചാട്ടം ചുരങ്ങൾ, പിന്നെ INC ആയിട്ടുള്ളതും. കേരളം നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങൾ മറക്കാതിരിക്കുക. വർഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കേരള ആരോഗ്യക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ളത് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ജസ്റ്റ് നിന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. അതുപോലെ കേരളത്തിലെ ദേശീയ പാതകൾ, കേരളത്തിലെ ദേശീയോദ്യാനം, പക്ഷി സങ്കേതം, ഇന്ത്യയിലെ പക്ഷി സങ്കേതങ്ങൾ, അതെല്ലാം തന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ഒരു മേഖലയാണ് ഈ ഒരു വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. PSC സ്ഥിരം ചോദിക്കുന്ന 30 ടോപ്പിക്സ് ഉണ്ട്. അത് കവർ ചെയ്തിട്ട് മാത്രം എക്സാമിനായിട്ട് പോവുക.